നമസ്കാരം. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം മരണമല്ല, നമ്മൾക്കിടയിലെ ബന്ധങ്ങൾ മരിക്കുന്നതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വിജയവും പരാജയവും അവൻ്റെ ബന്ധങ്ങളെയും ബന്ധുക്കളെയും ഒക്കെ ചുറ്റിപ്പറ്റിയായിരിക്കുമല്ലോ. ഒരു വ്യക്തി മാനസികമായി ഉന്മേഷവാനാണെങ്കിൽ തീർച്ചയായും അത് അവൻ്റെ വ്യക്തിജീവിതത്തിലെ ബന്ധങ്ങൾ കെട്ടുറപ്പുള്ളതായതുകൊണ്ടാണ് എന്ന് വിശ്വസിക്കാം. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം നല്ല ബന്ധങ്ങൾ ലഭിക്കുന്നതും അത് തകരാതെ തുടർന്നു കൊണ്ടുപോവുക എന്നുള്ളതുമാണ്. ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല എന്നായിട്ടുണ്ട്. ബന്ധങ്ങൾ വിൽപ്പന ചരക്ക് പോലെ ക്രയവിക്രയം ചെയ്യപ്പെടുന്നു. അത് കുടുംബ ബന്ധങ്ങളിലായാലും സാമൂഹ്യ ബന്ധങ്ങളിലായാലും സുഹൃത്ത് ബന്ധങ്ങളിലായാലും ഒരുപോലെ തന്നെയാണ്. എന്നും ആൾക്കൂട്ടവും ആഘോഷവും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടായിരുന്ന കൂട്ടുകുടുംബത്തിൽ നിന്ന് ചെറിയ കുടുംബ സംവിധാനത്തിലേക്ക് കാലം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നത്തെ തലമുറയ്ക്കും വരും തലമുറകൾക്കും നമ്മുടെ കൂട്ടുകുടുംബ സംവിധാനങ്ങളെക്കുറിച്ച് കേട്ടറിവും വായിച്ചറിവും മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ. മനുഷ്യരുടെ സ്വഭാവശീലങ്ങൾ എപ്പോഴും വളരെ വ്യത്യസ്തമായിരിക്കുമല്ലോ. നല്ല സ്നേഹത്തിൽ കഴിയുന്ന കുടുംബങ്ങളെയും ബന്ധങ്ങളെയും തകർത്ത് തരിപ്പണമാക്കുന്നത് അവിടേക്ക് വലതുകാൽ വെച്ച് കയറി വരുന്നവരും അല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെയുള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആരെങ്കിലുമാണ്. പല കുടുംബങ്ങളെയും നാമാവശേഷമാക്കുന്നതും ആ കുടുംബത്തിലേക്ക് ആ വീട്ടിലെ മക്കൾക്ക് പോലും കയറാനാവാത്തതുമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതും ഇവരിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അതുമാത്രമല്ല, സ്വത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിൽ നടക്കുന്ന വിലപേശലുകളും ബന്ധങ്ങളെ തകർക്കാൻ മുന്നിൽ നിൽക്കുന്നുണ്ട്. ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നുന്ന അസൂയയും പകയും വിദ്വേഷവും കുടുംബ ബന്ധങ്ങളെ തകർത്തെറിയും. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമെന്ന് നമ്മൾ വിചാരിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ വേർപാടാണല്ലോ. അത് ശരിയാണ് താനും. വേർപാടുകളുടെ ദുഃഖങ്ങൾ, വേദനകൾ എല്ലാം കാലത്തിന് മായ്ച്ചു കളയാൻ പറ്റും. പക്ഷേ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾക്കിടയിലെ അസ്വാരസ്യങ്ങളാണ്, ചേർച്ചക്കുറവാണ്. ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളും ഭിന്നസ്വരങ്ങളും വിശാലമായ കുടുംബത്തിൽ നിന്ന് ഒരു ചെറിയ കുടുംബത്തിലേക്ക് മനുഷ്യനെ പറിച്ചു കളയാൻ നിർബന്ധിതരാക്കുകയാണ്. ഉറ്റ ബന്ധുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന വിള്ളലുകളും വീഴ്ചകളും കാലക്രമേണ ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നു. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്കിടയിലെ ബന്ധങ്ങൾ മരിച്ചു പോകുന്നതാണ് നമ്മൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടമെന്ന് തിരിച്ചറിയുക. ശുഭദിനം.